Dear students, today we will discuss section 3.7 optimization problems. ഇപ്പോൾ ഈ രൂപത്തിലുള്ള ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് നമ്മൾ 3.1 സെക്ഷൻ 3.1 ഡിസ്കസ് ചെയ്തിരുന്നു. ചെറിയ രൂപത്തിൽ നമ്മൾ എക്സ്ട്രീം വാല്യൂസ് കാണുന്ന കേസുകൾ 3.1 അതിന് ശേഷമുള്ള ചില സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില ടെസ്റ്റുകൾ, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സ്ട്രീം വാല്യൂസ് കാണുക എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അതിനുശേഷം ഈ സെക്ഷൻ റീഡ് ചെയ്യുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ മായി ബന്ധപ്പെട്ട ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തിട്ട്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ആർബിട്രറി ഇൻ്റർവെൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂസ് ഫംഗ്ഷന് അതിൻ്റെ ഒപ്റ്റിമൈസ് എങ്ങനെയാണ് അതിൻ്റെ എക്സ്ട്രീം വാല്യൂസ് കാണുക എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവെല്ലാകുമ്പോൾ നമ്മൾ ചെയ്തിരുന്നത് അതിൻ്റെ എൻ പോയിൻറ്റ്സിൽ വാല്യൂ കാണും, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ്റെ വാല്യൂ കാണും. അപ്പോൾ അതിൽ മിനിമം ആണെങ്കിൽ നമുക്ക് പിന്നെ അബ്സല്യൂട്ട് മിനിമം കിട്ടും. അതിൽ എവിടെയാണോ മാക്സിമം ഉള്ളത് അപ്പോൾ അബ്സല്യൂട്ട് മാക്സിമം കിട്ടും. അതിപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ ലോക്കൽ മിനിമം, ലോക്കൽ മാക്സിമം ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ ഒരു ഓപ്പൺ ഇൻ്റർവെൽ ആവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എവിടെ വെച്ച് നമ്മളിത് എൻഡ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അവിടെയൊക്കെ ആ പോയിന്റിലൊക്കെ ഏതെങ്കിലും രൂപത്തിൽ പിന്നെ എക്സ്ട്രീം വാല്യൂസ് ഉണ്ടോ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിൽ ഒറ്റ ക്രിട്ടിക്കൽ പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തൽക്കാലം എന്ത് പറയാം, ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കും. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മാക്സിമം മിനിമം ഒക്കെ പറയാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാം. ഞാൻ നേരിട്ട് എക്സാമ്പിളിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുക, റിലേറ്റീവ് മാക്സിമം. അപ്പോൾ ഇവിടെ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബിഹേവിയർ വെച്ച് നമുക്കിവിടെ പറയാൻ പറ്റും, ഇവിടെ ഒറ്റ ക്രിട്ടിക്കൽ പോയിൻ്റ് ഉള്ളൂ, ഇവിടെ ഒരു അബ്സല്യൂട്ട് റിലേറ്റീവ് മാക്സിമം വാല്യൂ ഉണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ റിലേറ്റീവ് മിനിമം അറ്റ് സിയിൽ ഉണ്ടെന്ന് പറയാൻ പറ്റും. ആ വാല്യൂ ആണ് എഫ് ഓഫ് സി. അതുപോലെ തന്നെ ഈ കേസിലും എഫ് ഓഫ് സി ആണ് റിലേറ്റീവ് മാക്സിമം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ആയിട്ട് എടുക്കണം. ഇപ്പോൾ ഇവിടെ ഗൈഡ് ലൈൻ ഫോർ ഫൈൻഡിങ് അബ്സല്യൂട്ട് എക്സ്ട്രീമം ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഓൺ എൻ ആർബിട്രറി ഇൻ്റർവെല്ലിൽ കാണാനുള്ള ഗൈഡ് ലൈൻസ് ആണ്. സപ്പോസ് ദാറ്റ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഹാസ് ഓൺലി വൺ ക്രിട്ടിക്കൽ നമ്പർ സി ഇൻ ഇൻ്റർവെൽ ഐ എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ല് അല്ലെങ്കിൽ ആർബിട്രറി ഇൻ്റർവെല്ല്, അതിലുള്ള സി ഒറ്റ ക്രിട്ടിക്കൽ നമ്പർ, ഓൺലി വൺ ക്രിട്ടിക്കൽ നമ്പർ, അതാണ് സി എങ്കിൽ യൂസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് ടെസ്റ്റ് ഓർ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ടു അസൈൻ വെദർ എഫ് ഹാസ് എ റിലേറ്റീവ് മാക്സിമം മിനിമം വാല്യൂ അറ്റ് സി. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റോ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. If f has a relative maximum value at c, അങ്ങനെയാണെങ്കിൽ then the number f of c is also the absolute maximum. അവിടെ റിലേറ്റീവ് മാക്സിമം ഉണ്ടെങ്കിൽ അവിടെയാണ് അബ്സല്യൂട്ട് മാക്സിമം ഉള്ളത്. അതേപോലെ തന്നെ ആ നമ്പറിൽ റിലേറ്റീവ് മിനിമം അറ്റ് സിയിൽ റിലേറ്റീവ് മിനിമം ഉണ്ടെങ്കിൽ എഫിന് നമ്മൾ എന്ത് പറയും, എഫ് ഓഫ് സി ഈസ് ഓൾസോ ദ ആബ്സല്യൂട്ട് മിനിമം എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ഫോർമുലേറ്റിംഗ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം. ഇപ്പം നേരത്തെ 3.1 നമ്മൾ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ഡിസ്കസ് ചെയ്ത സമയത്ത് നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള അതല്ലെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം കാണാനുള്ള ഫംഗ്ഷൻ നമുക്ക് തന്നിരുന്നു. ഓക്കെ, അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കാണാനുള്ള ഫംഗ്ഷൻ നമുക്ക് തന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന പ്രോബ്ലത്തിൽ ആ ഫംഗ്ഷനെ നമ്മൾ മോഡൽ ചെയ്യണം. അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ ഒരു റിയൽ സിറ്റുവേഷനാണ് തരിക. അപ്പോൾ അതിനെ നമ്മൾ ആ ഫംഗ്ഷന് നമ്മൾ തന്നെ പിന്നെ കൺസ്ട്രക്ട് ചെയ്തിട്ട് പിന്നീട് ആ ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം ഒക്കെ കാണാം, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം വേണ്ടത്. അപ്പോൾ അതിനുള്ള ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗൈഡ് ലൈൻസ് ഫോർ സോൾവിങ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു റിയൽ സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെയുള്ള വേരിയബിൾസിന് നമ്മൾ ഒരു ലേബൽ കൊടുക്കുക. അസൈൻ എ ലെറ്റർ ടു ഈച്ച് വേരിയബിൾ, ഡ്രോ ആൻഡ് ലേബൽ എ ഫിഗർ. അപ്പോൾ നമുക്ക് ആ ഒരു റിയൽ പ്രോബ്ലം വായിച്ചതിന് ശേഷം അതിലെ വേരിയബിൾസിന് നമ്മൾ എക്സ് വൈ എന്നുള്ള രൂപത്തിൽ കൊടുക്കാം. പിന്നെ ഫിഗർ വരക്കാൻ പറ്റുമെങ്കിൽ അത് വരക്കാം. ഈ ഗൈഡ് ലൈൻസ് നമ്മൾ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഗൈഡ് ലൈൻസ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ എ ക്വാണ്ടിറ്റി ടു ബി മാക്സിമൈസ്ഡ് ഓർ മിനിമൈസ്ഡ്. നമ്മൾ
ആദ്യം വേരിയബിൾസ് ലേബൽ ചെയ്യും, പിന്നീട് നമ്മൾ ആ ഫംഗ്ഷൻ കാണും, പിന്നെ നമ്മൾ മാക്സിമൈസ് ചെയ്യേണ്ട മിനിമൈസ് ചെയ്യേണ്ട ആ ഫംഗ്ഷൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ എഴുതും. പിന്നീട് യൂസ് ദ conditions given in the problem to express the quantity to be optimized as a function of one variable. പിന്നീട് നമ്മൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയ ഫംഗ്ഷന് എക്സും വൈയിലൊക്കെ ഉള്ള പിന്നെ വേരിയബിൾസിലായിരിക്കും, അപ്പോൾ അതൊരു സിംഗിൾ വേരിയബിളിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ഡൊമൈനിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് നോട്ട് ചെയ്യണം. ലാസ്റ്റ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യണം. ഒപ്റ്റിമൈസ് ദ ഫംഗ്ഷൻ എഫ് ഓവർ ഇറ്റ്സ് ഡൊമൈൻ യൂസിങ് ദ ഗൈഡ് ലൈൻസ് 3.1 തന്നിട്ടുള്ള ഗൈഡ് ലൈൻസ് യൂസ് ചെയ്ത് നമ്മളതിൻ്റെ മാക്സിമം മിനിമമൊക്കെ കാണും. അപ്പോൾ നമ്മൾ ആദ്യം എക്സാമ്പിൾ 1 ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഗൈഡ് ലൈൻസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ എ ഫെൻസിങ് പ്രോബ്ലം എ മാൻ ഹാസ് 100 feet ഓഫ് ഫെൻസിങ് ടു എൻക്ലോസ് എ റെക്ടാങ്കുലർ ഗാർഡൻ ഇൻ ഹിസ് ബാക്ക് യാർഡ്. Find the dimensions of the garden of largest area he can have if he uses all of the fencing. അതായത് 100 feet ഓഫ് ഫെൻസിങ് ആണ് ഒരാളടുത്തുള്ളത്. അതിൻ്റെ അപ്പോൾ ആ ഒരു ഫെൻസിങ് യൂസ് ചെയ്യുക, അത്രയും ഫെൻസിങ് യൂസ് ചെയ്തിട്ട് എത്രത്തോളം ഏരിയ അയാൾക്ക് പിന്നെ ആ വേലി കെട്ടാൻ പറ്റും. 100 feet നീളമുള്ള ഒരു വേലിയാണ് അയാളുടെ കയ്യിലുള്ളത്. അപ്പോൾ അയാൾക്ക് ആ വേലി യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം ഏരിയ ഉള്ള ഒരു ഗാർഡന് ഫെൻസ് ചെയ്യണം. അപ്പോൾ അതിന് പിന്നെ എത്ര ഏരിയ ഉണ്ടാവും, പിന്നെ ഈ 100 feet യൂസ് ചെയ്തുകൊണ്ട് വേലി കെട്ടാൻ പറ്റുന്ന ഏരിയ അതാണ് കാണേണ്ടത്. ഓക്കെ, ലാർജസ്റ്റ് ഏരിയ ഹീ ക്യാൻ ഹാവ് ഇഫ് ഹി യൂസസ് ഓൾ ഓഫ് ദ ഫെൻസ്. ഈ കംപ്ലീറ്റ് ഇതും ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് എത്രത്തോളം പിന്നെ മാക്സിമം എത്ര ഏരിയ അത് കവർ ചെയ്തുകൊണ്ട് വേലി കെട്ടാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. എന്നുവെച്ചാൽ 100 feet കൊണ്ട് കെട്ടാൻ പറ്റുന്ന ആ ഏരിയ, അതാണ് മാക്സിമം ഏരിയ നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് പല രൂപത്തിൽ കെട്ടാം. അപ്പോൾ സൊല്യൂഷൻ ഫസ്റ്റ് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടാവും. സോ നമ്മൾ ലെങ്ത്തും വിഡ്ത്തും എക്സും വൈയും ആയിട്ട് എടുക്കും. ഓക്കെ, ലെറ്റ് എക്സ് ആൻഡ് വൈ ഡിനോട്ട് ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ഗാർഡൻ. അപ്പോൾ അതാണ് നമ്മളുടെ ഗാർഡൻ്റെ ഷേപ്പ്. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ് ലെങ്ത്തും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഗൈഡ് ലൈൻ ഫസ്റ്റ് നോക്കുക. അസൈൻ എ ലെറ്റർ ടു ഈച്ച് വേരിയബിൾ. നമ്മളുടെ ലെങ്ത്തിനും അതുപോലെ തന്നെ വിഡ്ത്തിനും ഓരോ വേരിയബിൾ അസൈൻ ചെയ്തു. അതുപോലെ തന്നെ ഏരിയ ഓഫ് ദ ഗാർഡൻ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ആണ്, ക്യാപിറ്റൽ എ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു എക്സ്പ്രഷൻ കിട്ടും, എ ഈക്വൽ ടു എക്സ് വൈ, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഓക്കെ, സോ അതാണ് നമ്മളുടെ ഫൈൻഡ് എൻ എക്സ്പ്രഷൻ. അതാണ് സെക്കൻഡ് വൺ, ഫൈൻഡ് എൻ എക്സ്പ്രഷൻ ഫോർ ദ ക്വാണ്ടിറ്റി ടു ബി. അപ്പോൾ നമ്മൾക്ക് ഏരിയ എ ഈക്വൽ ടു എക്സ് വൈ ഇതാണ് മാക്സിമൈസ് ചെയ്യേണ്ടത്. മാക്സിമം എത്ര ഏരിയ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എ ഈക്വൽ ടു എക്സ് വൈ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മാക്സിമൈസ് ചെയ്യേണ്ടത്. ആ ഫംഗ്ഷൻ കിട്ടി, അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ എന്നുള്ളതാണ് നമ്മളെ ഫംഗ്ഷന്. ഇതാണ് നമ്മൾ മാക്സിമൈസ് ചെയ്യേണ്ടത്. ഇനി the perimeter of the rectangle is 2x plus 2y feet and this must be equal to 100 feet. Therefore we have the equation. ഇപ്പോൾ നമുക്കറിയാം ഇത് എക്സും ഇതും വൈ എടുക്കുകയാണെങ്കിൽ എന്താ, ഇതും എക്സും ആയിരിക്കും, ഇത് വൈയും ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്നുള്ളത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ 2x plus 2y ആയിരിക്കും ഇതിൻ്റെ പെരിമീറ്റർ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ എത്ര ആയിരിക്കും നമുക്ക്, നമ്മുടെ അടുത്ത് 100 feet ആണുള്ളത്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത്. അപ്പോൾ ഇത് ടോട്ടലി നമ്മൾ വേലി കെട്ടി കഴിയുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്നുള്ളത് 100 feet ആയിരിക്കും. അപ്പോൾ 2x plus 2y ഈക്വൽ ടു 100 feet നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, യൂസ് ദ കണ്ടീഷൻസ് ഗിവൺ ഇൻ ദ പ്രോബ്ലം ടു എക്സ്പ്രസ് ദ ക്വാണ്ടിറ്റി ടു ബി ഒപ്റ്റിമൈസ്ഡ്. നമ്മൾ എ ഈക്വൽ ടു എക്സ് വൈ എന്നുള്ള അതാണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി. സോ ആസ് എ ഫംഗ്ഷൻ എഫ് ഓൺ വൺ വേരിയബിൾ, അതിന് വൺ വേരിയബിളായിട്ട് നമ്മൾ മാറ്റണം. അതായത് ഇവിടെ നമ്മളുടെ എക്സും വൈയിലും ഉള്ള ഫംഗ്ഷനാണ് നമുക്കുള്ളത്. അപ്പോൾ റൈറ്റ് സൈഡിൽ അതിനെ വൺ വേരിയബിളാക്കി മാറ്റണം ബൈ യൂസിങ് ദിസ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വൈ കാണാൻ പറ്റും. 2x plus 2y ഈക്വൽ ടു 100 ആണ്.
ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50 കിട്ടും. സോ വൈ ഈക്വൽ ടു 50 മൈനസ് എക്സ് എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, ഇനി വൈ ഈക്വൽ ടു 50 മൈനസ് എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എ ഈക്വൽ ടു എക്സ് വൈ ആണ് നമുക്ക് നമ്മുടെ ഫംഗ്ഷന്. സോ എ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈക്ക് നമ്മൾ എന്ത് ചെയ്യുക? 50 മൈനസ് എക്സ് കൊടുക്കുക. അതാണിത്. ഓക്കെ, അപ്പോൾ അതിനെ ഇത് എഴുതി കഴിഞ്ഞാൽ സിംപ്ലി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 50x കിട്ടും. സോ നമുക്ക് എ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 50x എന്ന് കിട്ടി. ഇപ്പോൾ നമ്മളുടെ തേർഡ് ഗൈഡ് ലൈൻ പറഞ്ഞിട്ടുള്ള എന്തായി 1 വേരിയബിളിൽ നമ്മൾ ഫംഗ്ഷന് 1 വേരിയബിളിൽ റെപ്രസെൻറ്റ് ചെയ്ത് എക്സിൽ മാത്രമാക്കി മാറ്റി. ഇനി നമ്മളുടെ ഡൊമൈനിന് എക്സ് വാല്യൂസിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ നോക്കുന്നത്. ഓക്കെ, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ എൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ലെങ്ത്ത് വിഡ്ത്ത് എന്നൊക്കെ പറയുന്നത് പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എക്സ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, വൈയും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? വൈ എന്ന് പറയുന്നത് 50 മൈനസ് എക്സ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 50 ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് കിട്ടി. ഓക്കെ, അതല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ 50 എന്ന് കിട്ടി. എന്ന് മാത്രമല്ല ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് പറയാം 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 50 എന്നിട്ട്. അപ്പോൾ ഇതാണ് എക്സിൻ്റെ റെസ്ട്രിക്ഷൻ, ഡൊമൈൻ്റെ റെസ്ട്രിക്ഷൻ 0 ലെസ് ദാൻ എന്ന് വെച്ചാൽ എക്സ് വാല്യൂ 0ൻ്റെയും 50ൻ്റെയും ഇടയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഓക്കെ, സോ ദ പ്രോബ്ലം ഈസ് റെഡ്യൂസ്ഡ് ടു ദാറ്റ് ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ 0, 50. ഓക്കെ, ഇതിനുള്ളിലുള്ളൊരു വാല്യൂ ആയിരിക്കും നമ്മൾ എക്സ്. സോ അറ്റ് വിച്ച് എഫ് ഓഫ് എക്സ് എന്ത് ചെയ്യും? ഈക്വൽ ടു അറ്റൈൻസ് ദ ലാർജസ്റ്റ് വാല്യൂ. ഈ 0 to 50ൻ്റെ ഇടയിലുള്ള എക്സിൽ നമുക്ക് ഇതിൽ എപ്പോഴാണ് ലാർജസ്റ്റ് വാല്യൂ നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 0, 50 എന്ന് പറയുന്ന ഡൊമൈന് കിട്ടി, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടി, മൈനസ് ഇതാണ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. നമ്മൾ സെക്ഷൻ മുമ്പ് പഠിച്ചിട്ടുള്ള ക്രിട്ടിക്കൽ നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വാല്യൂസ് കാണാം. അപ്പോൾ നമുക്കറിയാം അബ്സൊല്യൂട്ട് മാക്സിമമാണ് നമുക്ക് കണ്ടത്. അപ്പോൾ മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യാനുള്ള കേസുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ഇവിടെ 0, 50 ആണ്, ഓപ്പൺ ഇൻ്റർവെല്ലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ ക്രിട്ടിക്കൽ നമ്പേഴ്സിലാണ് ഈ അബ്സൊല്യൂട്ട് വാല്യൂ ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ ക്രിട്ടിക്കൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നത് എഫ് ഡാഷ് എക്സ് കാണുന്നത്. എഫ് ഡാഷ് എക്സ് കണ്ടു കഴിഞ്ഞാൽ ഞാനതിൻ്റെ ഡെറിവേറ്റീവിലൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. -2 × x - 2 25 എന്നാണ് നമുക്ക് എക്സ് ഡാഷ് കിട്ടുക. ഇനി ക്രിട്ടിക്കൽ നമ്പർ കാണണമെങ്കിൽ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈസിലി കാണാൻ പറ്റും 25 ആണ് എന്ത് ക്രിട്ടിക്കൽ നമ്പർ എന്ന് പറയുന്നത്. വേറെ ക്രിട്ടിക്കൽ നമ്പറില്ല, ഓൺലി 1 ക്രിട്ടിക്കൽ നമ്പറേ ഉള്ളൂ. നമ്മളുടെ കേസ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 50 ഇത് ഓപ്പൺ ഇൻ്റർവെല്ലാണ്. അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ ഇൻ്റർവെല്ലിലുള്ള ഒറ്റ ക്രിട്ടിക്കൽ നമ്പർ എന്ന് പറയുന്നത് 25 മാത്രമാണ്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പിന്നെ മാക്സിമം കാണുകയാണ്. അപ്പോൾ നമുക്കിവിടെ എഫ് ഡബിൾ ഡാഷ് എക്സ് കിട്ടുന്നത് ഇതാണ് -2 ആണ് അല്ലേ. ഇതിനെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് -2 കിട്ടും, വിച്ച് ഈസ് ലെസ് ദാൻ 0. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്കത് പറയാം എഫ് ഡബിൾ ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? എഫ് ഹാസ് എ റിലേറ്റീവ് മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 25 എന്ന് പറയാൻ പറ്റും. ഓക്കെ, പക്ഷേ 25 ഈസ് ദ ഓൺലി ക്രിട്ടിക്കൽ നമ്പർ ഇൻ 0, 50. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഈ നേരത്തെ പറഞ്ഞ ഗൈഡ് ലൈൻ വെച്ചിട്ട് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? use the first derivative test or second derivative test to ascertain whether f has a relative maximum. നമ്മൾ റിലേറ്റീവ് മാക്സിമം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഹാസ് എ റിലേറ്റീവ് മാക്സിമം വാല്യൂ അറ്റ് സി. ഇവിടെ സി എന്ന് പറയുന്നത് ഓൺലി 1 ക്രിട്ടിക്കൽ നമ്പർ എന്നുള്ളതാണ്. അപ്പോൾ അതേ കേസ് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റിലേറ്റീവ് മാക്സിമം ആയിരിക്കും നമ്മുടെ അബ്സൊല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? ഇവിടെ 25 ഈസ് ദ ഓൺലി ക്രിട്ടിക്കൽ നമ്പർ ഇൻ 0, 50. സോ വി കൺക്ലൂഡ് ദാറ്റ് എഫ് അറ്റൈൻ ഇസ് ലാർജസ്റ്റ് വാല്യൂ ഓഫ് അപ്പോൾ അറ്റ് സി ഈക്വൽ ടു അല്ലെങ്കിൽ 25 അപ്പോൾ മാക്സിമം വാല്യൂ എത്ര ആയിരിക്കും ഉണ്ടാവും? എഫ് ഓഫ് 25 ആണ്. എഫ് ഓഫ് 25 എന്ന് പറയുന്നത് നമുക്കറിയാം ഫംഗ്ഷൻ എ ഈക്വൽ ടു XY ആണ്. ഓക്കെ, എ ഈക്വൽ ടു XY എന്ന് പറയുമ്പോൾ എക്സ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്
25 ആണ്. y നേരത്തെ എന്തായിരുന്നു? y നേരത്തെ 50 മൈനസ് എക്സ് ആണ് y. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 50 മൈനസ് 25, വൈയും 25. അപ്പോൾ എക്സും വൈയും 25 ആണ്. സോ എ ഈക്വൽ ടു എക്സ് വൈ എന്ന് പറയുന്നത് 25 ഇൻറ്റു 25, അത് 625. ഓക്കെ, സോ ഫ്രം ദ ഇക്വേഷൻ 3 ദ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് y ഈസ് 25. Thus the man would have a garden of maximum area 625 feet square. Maximum area. അപ്പോൾ ലെങ്ത്തും വിഡ്ത്തും സെയിം ആണ്. എന്ന് വെച്ചാൽ നമുക്കൊരു റെക്റ്റാങ്കിളാണ് കിട്ടുക. ഓക്കെ, സോ സ്ക്വയർ എന്ന് വെച്ചാൽ ഒരു റെക്റ്റാങ്കിൾ അല്ല, ഒരു സ്ക്വയർ ആണ് കിട്ടുക. ഓക്കെ, സോ ഫോം എ സ്ക്വയർ വിത്ത് സൈഡ്സ് ഓഫ് ലെങ്ത് 25 ഫീറ്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നുള്ളത് നമ്മളുടെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിനെ നമ്മൾ മാത്തമാറ്റിക്കലി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ കൺസിഡർ. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ റെക്റ്റാങ്കിൾ ഓഫ് ഗ്രേറ്റസ്റ്റ് ഏരിയ ദാറ്റ് ഹാസ് ഇറ്റ്സ് ബേസ് ഓൺ ദ എക്സ് ആക്സിസ് ആൻഡ് ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ പരാബോള y ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ പരാബോള y ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള പരാബോള. ഓക്കെ, ഈ പരാബോളയുടെ ഉള്ളിൽ നമുക്ക് വരക്കാൻ പറ്റുന്ന ഒരു റെക്റ്റാങ്കിൾ, ഗ്രേറ്റസ്റ്റ് ഏരിയ വരുന്ന റെക്റ്റാങ്കിൾ, അതിൻ്റെ ഡയമെൻഷൻസ് ആണ് നമുക്ക് കാണുക. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ എത്രയാണെന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഫങ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന പ്രോബ്ലത്തിനെ നമ്മൾ ഒരു നേരത്തെ പറഞ്ഞ ഗൈഡ് ലൈൻസ് യൂസ് ചെയ്തിട്ട് മോഡൽ ചെയ്യാൻ പോവാണ്. സോ കൺസിഡർ ദ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 2x ആൻഡ് ഹൈറ്റ് y ആസ് ഷോൺ ഇൻ ഫിഗർ. ഇതാണ് നമ്മളുടെ പരാബോള. ഓക്കെ, പരാബോള സമയത്ത് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. നമുക്ക് എങ്ങനെയും വരക്കാം, ഇങ്ങനെ വരക്കാം. ഓക്കെ, ഇങ്ങനെ വരക്കാം, എങ്ങനെയും വരക്കാം. ഓക്കെ, എങ്ങനെ വരക്കുമ്പോഴും ശ്രദ്ധിക്കണം എന്താണ്, ഇത് 0 ആയതുകൊണ്ട് ഈ ഒരു ലെങ്ത്ത് അത് തന്നെ ആയിരിക്കും ഇങ്ങോട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളിത് എക്സ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും എന്താ വരിക, ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് ടോട്ടൽ 2x ആയിരിക്കും ഉണ്ടാവുക. 2x ആണ് വരിക. ഓക്കെ, ഒരു സൈഡിലേക്ക് എക്സ് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു സൈഡ്, പിന്നെ നമ്മൾ മുകളിലുള്ള ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ y എടുത്തു. ഇതാണ് നമുക്ക് കാണേണ്ടത്, എക്സും വൈയും നമുക്ക് കാണണം. ഓക്കെ, സച്ച് ദാറ്റ് ഈ റെക്റ്റാങ്കിളിന് മാക്സിമം ഏരിയ കിട്ടും വേണം. ആ രൂപത്തിലുള്ള എക്സ് വൈ നമ്മൾ കാണണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ലെങ്ത്ത് 2x എന്നെടുത്തു, വിഡ്ത്ത് 2x ആൻഡ് ഹൈറ്റ് y എന്നെടുത്തു. നമ്മൾ വേരിയബിൾ അസൈൻ ചെയ്യണം. അതിന് ശേഷം നമുക്കറിയാം ഇതിൻ്റെ ഏരിയയാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഏരിയ ഈക്വൽ ടു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. സോ 2xy എന്നുള്ളതാണ് നമ്മുടെ ഏരിയ കിട്ടുക. a ഈക്വൽ ടു 2xy. ഇതിനാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. ആൻഡ് a ഈക്വൽ ടു 2xy ഈസ് ദ ക്വാണ്ടിറ്റി ടു ബി മാക്സിമൈസ്ഡ് ബിക്കോസ് ദ പോയിന്റ് xy, തേർഡ് സ്റ്റെപ്പാണ്, ലൈസ് ഓൺ ദ പരാബോള. ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ ഓഫ് ദ പരാബോള. നമുക്കറിയാം ഇതാണ് നമ്മളുടെ പരാബോള. ഈ പരാബോളയിലുള്ള പോയിന്റും അതുപോലെ തന്നെ ഇതും തമ്മിൽ ഈക്വൽ ആവുന്ന കേസ് എന്ന് വെച്ചാൽ രണ്ട് വൈയും ഇതിൻ്റെ വൈയും ഈ നമ്മുടെ റെക്റ്റാങ്കിളുടെ വൈയും സെയിം ആവുന്ന കേസ്. അപ്പോൾ y ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, നമ്മളെ പരാബോളയിലുള്ള y, മറ്റേത് നമ്മൾ y എടുത്തിട്ടുണ്ട്. അപ്പോൾ y ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ നമുക്ക് എന്തെടുക്കാൻ പറ്റും, y വാല്യൂ എടുക്കാൻ പറ്റും. അപ്പോൾ a ഈക്വൽ ടു 2xy എന്നുള്ളത് yക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, 2x ഇൻറ്റു 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -2x³ പ്ലസ് 18x എന്ന് കിട്ടും. ഇനി നമ്മൾ ഡൊമൈൻ്റെ റെസ്ട്രിക്ഷൻസ് ആണ് നോക്കുന്നത്. നമുക്കറിയാം എക്സും വൈ ഒക്കെ ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ y ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ 9 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ദിസ് മീൻസ് 9 ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയർ ഓർ എക്സ് സ്ക്വയർ ലെസ് ദാൻ 9. എക്സ് സ്ക്വയർ ലെസ് ദാൻ 9 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും എക്സ് ഏതിൻ്റെ കീഴിലുണ്ടാവും, -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്ന് പറയാൻ പറ്റും ഈ കേസ്. ഓക്കെ,
പിന്നീട് നമ്മൾ എക്സ് പിന്നെ നമ്മുടെ വിഡ്ത്തിൻ്റെ ഒരു പോർഷനാണ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിരിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ എക്സ് വാല്യൂസ് -3 മുതൽ എടുക്കണ്ട, 0 മുതൽ എടുത്താൽ മതി. അപ്പോൾ 0, 3 എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെല്ലാണ് എക്സ് വാല്യൂസ് നമ്മൾ എടുക്കേണ്ടത്. കാരണം എക്സും വൈയും 0 ആണ്, അതുകൊണ്ട് നമുക്കങ്ങനെ കിട്ടി. അപ്പോൾ ഡൊമൈൻ്റെ റെസ്ട്രിക്ഷൻ കിട്ടി നമുക്ക്. ഈ 0, 3ൻ്റെ ഉള്ളിലുള്ള ഒരു എക്സിൽ എന്താവണം, f(x) ഇത് മാക്സിമം ആവണം, അതിൻ്റെ ലാർജസ്റ്റ് വാല്യൂ അറ്റൈൻ ചെയ്യണം. അപ്പോൾ അതാണ് നമുക്ക് കാണേണ്ടത്. സോ ആ എക്സ് നമുക്ക് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കാണേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം വാല്യൂ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഫസ്റ്റ് കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ f'(x) കാണുന്നു. f'(x) നമുക്കിത് കിട്ടുന്നു. ഇവിടുന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ ±√3 എന്ന് കിട്ടുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഓൺലി 1 ക്രിട്ടിക്കൽ നമ്പർ √3 മാത്രമേ എടുക്കുന്നുള്ളൂ, +√3. കാരണം -√3 എന്തില്ല, നമ്മൾ 0, 3 ഇല്ലാത്തത് കൊണ്ട് നമ്മൾ +√3 എന്നുള്ള ആ വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ 0, 3 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ ഒറ്റ ക്രിട്ടിക്കൽ ഇൻ്റർവെല്ല് മാത്രമേ ഉള്ളൂ. ഇനി ക്രിട്ടിക്കൽ നമ്പർ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് യൂസ് ചെയ്യാണ്. സോ ടെസ്റ്റ് യൂസ് ചെയ്യാണ്. f'(x) നമുക്കിവിടെ കിട്ടുന്നത് -12x ആണ്. ഓക്കെ, -12x ആൻഡ് നമുക്ക് ക്രിട്ടിക്കൽ നമ്പർ സി എന്ന് പറയുന്നത് √3 ആണ് കിട്ടിയിട്ടുള്ളത്. സോ f'(√3) എന്ന് പറയുന്നത് അത് <0 ആണ്. എന്ന് വെച്ചാൽ -12 × √3 എന്നാണ് കിട്ടുക, വിച്ച് ഈസ് <0. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ബൈ സെക്കൻഡ് ഡെറിവേറ്റീവ് ഹാസ് എ റിലേറ്റീവ് മാക്സിമം അറ്റ് x = √3 ഉണ്ട് നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ, ഈ സെക്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ f ഹാസ് എ റിലേറ്റീവ് മാക്സിമം അറ്റ് x = √3 ആൻഡ് ഓൺലി സി എന്ന് മാത്രമാണ് ഇത് ക്രിട്ടിക്കൽ നമ്പർ എങ്കിൽ, ഇവിടെ √3 മാത്രമാണ്. f ഹാസ് ഓൺലി 1 ക്രിട്ടിക്കൽ നമ്പർ ഇൻ 0, 3. നമുക്കെന്ത് പറയാം, ഈ റിലേറ്റീവ് മാക്സിമം എന്നതിനാണ് f അറ്റൈൻ ഇറ്റ്സ് ലാർജസ്റ്റ് വാല്യൂ അറ്റ് x = √3 എന്ന് വെച്ചാൽ അത് തന്നെയാണ് അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത്. സോ അറ്റ് x = √3 ഈ ഫംഗ്ഷന് ലാർജസ്റ്റ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, y = നമുക്ക് 9 - √3². y വാല്യൂ കിട്ടും. എന്താണ് y വാല്യൂ? 6 കിട്ടും. സോ y = 6. അതുപോലെ തന്നെ x = √3 ആവുന്ന സമയത്ത് അപ്പോൾ നമ്മളുടെ പിന്നെ വിഡ്ത്ത് എന്താണ്, 2x ആണ്. 2x എന്ന് പറഞ്ഞാൽ 2√3. അപ്പോൾ 2√3 6ഉം നമുക്ക് കിട്ടി. ഓക്കെ, ആ സമയത്താണ് ഇതിന് മാക്സിമം ഏരിയ വരുന്നത്. അതിൻ്റെ ഏരിയ എന്താണ്, ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് 2√3 × 6 എന്ന് വെച്ചാൽ 12√3 എന്ന് കിട്ടും. അതാണ് ഏരിയ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം, മിനിമൈസിങ് ദ കോസ്റ്റ് ഓഫ് ലേയിങ് കേബിൾ. ഈ പ്രോബ്ലം നിങ്ങൾ ശരിക്കും വായിക്കണം. ഞാനതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ പറയാം. ദ പോയിന്റ്, ഇവിടെ ഈ പോയിന്റ് S എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ദ ലൊക്കേഷൻ ഓഫ് പവർ റിലേ സ്റ്റേഷൻ ഓൺ എ സ്ട്രൈറ്റ് കോസ്റ്റ്. ഒരു കോസ്റ്റൽ ഏരിയയിലുള്ള പവർ റിലേ സ്റ്റേഷനാണ് ഈ ക്യാപിറ്റൽ S എന്ന് പറയുന്നത്. ഈ E എന്ന് പറയുന്നത് ഈ കടലിലുള്ള ഒരു ഐലൻഡാണ്. ഓക്കെ, അവിടെയാണ് മറൈൻ ബയോളജി എക്സ്പെരിമെൻറ്റ് സ്റ്റേഷൻ ഉള്ളത്. ഓക്കെ, ഇനി Q എന്ന് പറയുന്നത് ഈ എസ്സിൽ നിന്നും 7 മൈൽസ് വെസ്റ്റ് ഉള്ളൊരു പോയിൻ്റാണ് ഓഫ് ദ പോയിൻ്റ്, ആൻഡ് Q ഈസ് 3 മൈൽസ് സൗത്ത് ഓഫ് ദ പോയിൻ്റ് E. എന്ന് വെച്ചാൽ ഈ Q എന്ന് പറയുന്ന ഈ പോയിൻ്റ് 7 മൈൽസ് ആണ്. Qയും Sഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ Qയും Eയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 മൈൽസ് ആണ്. ഓക്കെ, നൗ എ കേബിൾ ഈസ് ടു ബി ലെയ്ഡ് കണക്റ്റിംഗ് ദ റിലേ സ്റ്റേഷൻ വിത്ത് ദ എക്സ്പെരിമെൻ്റൽ സ്റ്റേഷൻ. ഈ സ്റ്റേഷനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കേബിള് ഇടണം. അപ്പോൾ അത് നമ്മൾ ഇയിൽ നിന്ന് പിന്നെ നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് അണ്ടർ വാട്ടറിലൂടെയാണ് വരിക. അപ്പോൾ ഇവിടെ ഈ കേബിൾ ഇടാനുള്ള കോസ്റ്റ് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കോസ്റ്റ് റണ്ണിങ് ദ കേബിൾ അലോങ് ദ ഷോർ ലൈൻ ഈസ് $10,000 പെർ മൈൽ. ഒരു മൈലിന് $10,000 നമ്മൾ നമ്മളുടെ ഷോർ ഏരിയയിലൂടെ പിന്നെ ഷോർ ലൈനിലൂടെ
കേബിൾ ഇടുമ്പോൾ കിട്ടുന്നത്. അന്നേരം പിന്നെ അണ്ടർ വാട്ടറിലൂടെ ആണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് $30,000 per mile ഡോളറാണ്. അപ്പം അണ്ടർ വാട്ടർ കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല കോസ്റ്റ്ലി ആവും. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിലൊരു പി കണ്ടെത്തണം, സച്ച് ദാറ്റ് നമുക്ക് കുറച്ച് ഏരിയ കുറച്ച് പിന്നെ ലെങ്ത്ത് അണ്ടർ വാട്ടറിലൂടെയും കുറച്ച് ലെങ്ത്ത് ഷോർ ലൈനിലൂടെയും നമുക്ക് എന്ത് ചെയ്യണം, ഈ കേബിൾ ഇടണം. സച്ച് ദാറ്റ് അങ്ങനെ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇത് നമ്മളുടെ ഇതിടാനുള്ള കോസ്റ്റ് കുറയും വേണം. അപ്പോൾ ഒരു ഓപ്ഷൻ എന്നുള്ളത് നമുക്കിങ്ങനെ നേരിട്ട് ഇവിടേക്ക് കേബിൾ ഇടാം, ഇങ്ങനെ ഇടാം, അതിനുശേഷം ഇങ്ങനെ ഇടാം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ഈ പിൻ്റെയും ക്യൂവിൻ്റെയും എസിൻ്റെയും ഒരു പോയിന്റ് ചൂസ് ചെയ്യാം, അതിലേക്ക് ഇടാം, എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഇടാം. അപ്പോൾ ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അങ്ങനെയുള്ളൊരു പോയിന്റ് പി കണ്ടെത്തണം. ഒരു പക്ഷേ പി ചിലപ്പോൾ ക്യൂ ആവാം, അല്ലെങ്കിൽ പി ഈക്വൽ ടു എസ് ആവാം, എന്ന് വെച്ചാൽ നമ്മളുടെ എൻ പോയിൻറ്റ്സ് ആവാം. അതല്ലെങ്കിൽ പി എന്ന് പറയുന്നത് നമ്മളുടെ ക്യൂവിൻ്റെയും എസിൻ്റെ ഇടയിലുള്ള ഒരു പോയിൻ്റ് ആവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു പി കണ്ടെത്തണം, സച്ച് ദാറ്റ് ഇയിൽ നിന്നും പിയിലേക്കും അതുപോലത്തെ പിയിൽ നിന്നും എസിലേക്കും നമ്മൾ പിന്നെ ഈ കേബിൾ ഇടുന്ന സമയത്ത് അത് ഏറ്റവും മിനിമം കോസ്റ്റിലായിരിക്കണം വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. അപ്പോൾ മിനിമൈസേഷൻ പ്രോബ്ലമാണിത്, മിനിമൈസിങ് കോസ്റ്റ് ലേയിങ് കേബിൾ, മിനിമൈസിങ് ദ കോസ്റ്റ് ഓഫ് ലേയിങ് കേബിൾ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മളുടെ മെയിൻ ഇതെന്നുള്ളത് ഈ തന്ന പ്രോബ്ലത്തിന് നമുക്ക് മോഡൽ ചെയ്യണം. സോ പി എന്ന് പറയുന്ന പോയിൻ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ക്യൂവിൻ്റെയും എസിൻ്റെയും ഇടയിലൊരു പോയിൻ്റ് ആവാം, അതല്ലെങ്കിൽ ഇൻക്ലൂസീവ്, ചിലപ്പോൾ പിയും ക്യൂ ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പി ആൻഡ് ക്യൂ നമ്മളിവിടെ ഫിഗർ നോക്കുക, പിയും ക്യൂവും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെടുക്കുകയാണ്, എക്സ് എന്നെടുക്കുകയാണ്. നമുക്കറിയില്ല. ഓക്കെ, അത് ആ വേരിയബിൾ നമ്മൾ എക്സ് എടുത്തു. ലെറ്റ് എക്സ് ബി ഡിനോട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഇൻ മൈൽസ് ആൻഡ് ലെറ്റ് സി ഡിനോട്ട് ദ കോസ്റ്റ് ലേയിങ് ദ കേബിൾ ഇൻ thousands of dollars. സി എന്ന് പറയുന്നത് നമുക്ക് ഈ കേബിൾ ഇടാനുള്ള കോസ്റ്റാണ്. അപ്പോൾ 1 സി എന്ന് പറഞ്ഞത് $1,000 നമ്മൾ നേരത്തെ ഇവിടെ പിന്നെ $10,000 $30,000 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ പിന്നെ നമ്മളുടെ കൺവീനിയൻറ്റ് വേണ്ടിയിട്ട് നമ്മൾ $10,000 നമ്മൾ സി എന്ന് എടുക്കും. അപ്പോൾ ഇതാണെങ്കിൽ 3C എന്ന് വരും, $30,000. അതാണ് ഇൻ തൗസൻഡ്സ് എന്ന് പറയുന്നത് കാരണം. ഓക്കെ, അപ്പോൾ ഇത് 1C ആണ്, $10,000 എന്ന് പറഞ്ഞാൽ 1C ആണ്. ഓക്കെ, സോ നമ്മൾ കാണാൻ പോകുന്നത് the length of the cable to be laid under water is given by the distance between E and P. ഇപ്പോൾ നമ്മൾ ഫിഗർ നോക്കിക്കൊണ്ട് അണ്ടർ വാട്ടർ കേബിളിൻ്റെ ലെങ്ത്ത് പറയുന്നത് ഇ ആൻഡ് പി ആണ്. അതുപോലെ തന്നെ ഈ ലെങ്ത്ത് പറഞ്ഞാൽ പിയും എസും തമ്മിലുള്ള, അപ്പോൾ ഇത് ടോട്ടൽ ക്യൂ എസ് ആണ്. വെച്ചാൽ ക്യൂ ടു എസ് വരെ നമുക്ക് 7 miles ആണുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ ഷോർ ലൈനിലൂടെയുള്ള ഇത് 7 - x കിട്ടും. ഇത് നമുക്ക് കിട്ടുന്നത് പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് നമുക്ക് ഈ ലെങ്ത്ത് കിട്ടുന്നത്. നമുക്ക് ഈ ലെങ്ത്ത് അറിയാം, എക്സ് ആണ്, ക്യൂ പി എക്സ് കിട്ടും, ഇത് 3 miles ആണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഇ പി ലെങ്ത്ത് കാണാൻ പറ്റും. സോ the distance between E and P using the Pythagorean theorem we find this length is √x² + 9 mile. നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കാം. സോ ദ കോസ്റ്റ് ഓഫ് ലേയിങ് ദ കേബിൾ അണ്ടർ വാട്ടർ ഈസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 1 മൈലിന് $30C ആണ്. ഓക്കെ, $30,000 ആണ് കോസ്റ്റ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സി എന്ന് പറയുന്നത് ഡിനോട്ട് ദ കോസ്റ്റ് ഓഫ് ലേയിങ് ദ കേബിളാണുള്ള കോസ്റ്റാണ്. അത് $thousands of dollars നമ്മൾ പിന്നെ പറയുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ വാട്ടറിലൂടെ ഇടാനുള്ളത്
പെർ മൈലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മളിവിടെ കണ്ടു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇവിടെ കണ്ടിട്ടുണ്ട്. എന്താണ് √x² + 9 ആണ്. അപ്പോൾ അത്രയും മൈലാണ്. അപ്പോൾ 30 പിന്നെ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്നത് 30 × √x² + 9 ആയിരിക്കും സി എന്ന് പറയുന്നത്. ഓക്കെ, ഈ കേസിൽ പക്ഷേ നമ്മൾ കംപ്ലീറ്റ് പിന്നെ കേബിൾ ആയിട്ടില്ല, നമ്മൾ പി വരെയുള്ള കേബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ഇത് കിട്ടണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് പിയും എസും തമ്മിൽ ഡിസ്റ്റൻസ് 7 - x ആണ്. അപ്പോൾ അതിന് 7 - x × അത്രയും മൈലാണ്. 7 - x × ഇതിടാനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്. നമ്മളിത് $10,000 ആണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സി എന്ന് പറയുന്നത് $1,000 കണക്ക് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 10,000 നമ്മൾക്ക് കാൽക്കുലേഷന് വേണ്ടിയിട്ട് സിംപ്ലിഫൈ ചെയ്ത് 30,000 ആണ് ആക്ച്വലി. പക്ഷേ സി എന്ന് പറയുന്നത് $1,000 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇതാണ്, സി 30 × √x² + 9 + 10 × 7 - x $1,000 ആൻഡ് ദിസ് ഈസ് ദ ക്വാണ്ടിറ്റി ടു ബി. അപ്പോൾ ഈ കോസ്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ക്യൂവും എസും തമ്മിൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 7 മൈൽസ് ആണ്. സോ വി സി ദാറ്റ് എക്സ് മസ്റ്റ് ബി സാറ്റിസ്ഫൈ. എക്സ് എന്തായാലും ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക, 0 ≤ x ≤ 7 എന്നുള്ളത്. ഓക്കെ, ഇൻക്ലൂസീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ <= എന്ന് പറഞ്ഞത്. ചിലപ്പോൾ ഇത് രണ്ടും സെയിം ആവാം എന്ന് പറഞ്ഞതാണ്. ക്യൂവും പിയും അല്ലെങ്കിൽ എസും പിയും തമ്മിൽ സെയിം ആകുമ്പോൾ അതുകൊണ്ടാണ് 0 ≤ അല്ലെങ്കിൽ x ≤ എന്ന് പറയുന്നത്. ഈക്വാലിറ്റിയുടെ വരാൻ കാരണം അതാണ്. സോ ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ 0, 7 ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 7 ഉള്ള ഇതിൻ്റെ ഇടയിൽ ഉള്ള ഒരു എക്സിൽ f(x) മിനിമം കിട്ടണം. അറ്റൈൻസ് ദ സ്മോളസ്റ്റ് വാല്യൂ. f(x) പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സി ആണ്. ഓക്കെ, അതാണ് നമ്മളുടെ പ്രോബ്ലം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അബ്സല്യൂട്ട് മിനിമം വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഈ 0, 7 പിന്നെ മിനിമം ഉണ്ടാവാം, കാരണം എൻ പോയിൻറ്റ്സ് ഇത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് ഓർ ക്രിട്ടിക്കൽ നമ്പറിലാണ് നമുക്ക് ഇതിൻ്റെ ഇതുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോന്ന് കാണുകയാണ്. അപ്പോൾ അതിന് ക്രിട്ടിക്കൽ നമ്പർ കാണുന്നതിന് വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് കാണുന്നു, ഫസ്റ്റ് ഡെറിവേറ്റീവ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് ഫൈനലി നമുക്കതിൻ്റെ ഇത് ഇങ്ങനെ കിട്ടുന്നു, x ക്രിട്ടിക്കൽ അതിന് f'(x) 0 ആകുമ്പോൾ നമുക്ക് x എന്ത് കിട്ടുന്നു, +or-3√2/4 എന്നുണ്ട്. അത് അപ്രോക്സിമേറ്റ്ലി +or- 1.06 ആണ്. പക്ഷേ നമ്മളിവിടെ എന്ത് ചെയ്യാണ്, -3 ഇത് റിജക്റ്റ് ചെയ്യാണ്, കാരണം അത് ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഔട്ട് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെടുക്കുക, x ഇത് മാത്രമാണ് ഇപ്പോൾ എന്തുള്ളത്, ഓൺലി ക്രിട്ടിക്കൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മളുടെ അബ്സല്യൂട്ട് മിനിമമാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ ഇൻ്റർവെല്ല് ക്ലോസ്ഡ് ആയതുകൊണ്ട് നമ്മളുടെ ഇൻ്റർവെല്ലിൻ്റെ എൻ പോയിൻറ്റ്സിൽ ഇത് എക്സിസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ നമ്പറിൽ എക്സിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ സി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ നമ്പർ കിട്ടിയിട്ടുള്ളത് x 3√2/4 ആണ്. ഓക്കെ, അപ്പോൾ ആ പോയിന്റിലും അതുപോലെ തന്നെ എൻ പോയിന്റിലും നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ ചെക്ക് ചെയ്യും. അപ്പോൾ എൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0, 7 ആണ്. സോ f(0) 160 കിട്ടി, f(7) ഇത് കിട്ടി, നമ്മളെ ക്രിട്ടിക്കൽ നമ്പറുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 154. ഇപ്പോൾ ഇതിൽ ഏറ്റവും മിനിമം ഏതാണ്, ഇതാണ് 154.85 ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ അപ്പോൾ അറ്റ് x = 1.06 അപ്രോക്സിമേറ്റ്ലി 1.06 ഫംഗ്ഷൻ്റെ വാല്യൂ 154.85 ആണ്. Okay, so we conclude that cost of laying the cable will be minimized if the point P is located at a distance of approximately 1.06 miles from Q. Qയിൽ നിന്ന് 1.06 മൈൽസ് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ള പോയിൻ്റാണ് പി എന്നുള്ളത്. അപ്പോൾ ഈ രൂപത്തിൽ പി ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇയിൽ നിന്നും നമ്മൾ അണ്ടർ വാട്ടറിലൂടെ ഇത്രയും ലെങ്ത്ത് ഇതിടും, അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്ര ലൈറ്റ് ഷോർ ലൈനിലൂടെ ഇടും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എപ്പോഴും മിനിമം കോസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എക്സാമ്പിൾ 4 അതുപോലെ തന്നെ എക്സാമ്പിൾ
5 എക്സാമ്പിൾ 6 കാണുക. ഓക്കെ, അതുപോലെ പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട് ഈ 3.7 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് പാർട്ടിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ അടുത്ത 4th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.